കനിവ് കാരുണ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ശിഷ്ടകാലം നമ്മളിങ്ങനെ ജോലി ചെയ്തായ പ്രവർത്തനത്തെ അനുമോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രേസിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ വിലമതിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗപീഠകളാലും അതുപോലെ തന്നെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമ ജീവിത അവസ്ഥയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാം മുഖത്തോട്ട് നോക്കുമ്പോൾ വളരെയേറെ ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ വളരെയേറെ ആത്മസാക്ഷാത്കാരവും അനുഭവിക്കുന്ന മുഖങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. വാടക്കൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന സംഗമം ADC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ എഡ്വേർഡ് പുത്തൻപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ 90 വയസ്സ് തികഞ്ഞ സാറാമ്മ വട്ടത്തിലിനെ രാജ്ഞിയായും KT രാമനെ രാജാവായും വാഴിച്ചു. കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും മുണ്ട്, തോർത്ത്, കാരുണ്യനിധി സഹായം എന്നിവ നൽകി. ഗ്രേസ് ബിജോ, അനൂപ്, കൗൺസിലർ നിർമ്മല ആൽബർട്ട്, ഹനീഫ്, രമ്യ എന്നിവർ പങ്കെടുത്തു. ആ മക്കളൊക്കെ ഇന്ന് പലർക്കും മക്കളെ അച്ഛനെ നോക്കുന്നില്ല. സമ്പത്തുള്ള വീട്ടിലെ പല അച്ഛനും പല പിള്ളേരും അച്ഛനെ അമ്മയും അങ്ങനെ ഇവിടെ വൃദ്ധസ്ഥാനത്ത് മരിക്കുമ്പോൾ മാത്രം അവരെ കാണാൻ പറ്റും. അന്നും വരത്തില്ല, മോട്ടർ വെച്ചിരിക്കും. 4 ദിവസം കയറിയിരിക്കും. ഇവിടെ നിങ്ങളെക്കുള്ള ഭാഗ്യമാണ്. കാരണം നിങ്ങളായിട്ട് ഇത്രയും ഗുരുവായിട്ടൊക്കെ വീട്ടിലോട്ട് അതും ഉച്ചക്കൂടൊക്കെ ആയിട്ട് സന്തോഷം പങ്കിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊക്കെ ഭാഗ്യവന്മാരെ. ഗ്രാമത്തിൻ്റെ പ്രത്യേകത നിങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല, വീട്ടിലച്ഛനെ മാത്രമേ കണക്കിട്ട് ചെറുപ്പ പട്ടിയാണ് വീട്ടിൽ മാത്രം പൊട്ടിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടാ. രാജ്ഞിയായി വാഴട്ടെ കേട്ടാ. ജീവിതത്തിന്റെ സായന്തനത്തിൽ എത്തിയവരെ സൗഹൃദത്തിന്റെ പകൽ വെളിച്ചത്തിലേക്ക് നയിച്ച ഗ്രേസ് ബിജോ വേറിട്ട വഴികൾ തീർക്കുന്നു. ഒരു പ്രദേശത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമായവരെ ഒത്തുകൂട്ടി അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള കൂട്ടായ്മ തീർത്താണ് വാടക്കൽ വെളിയിൽ ഹൗസിലെ ഗ്രേസി ബിജോ മറ്റുള്ളവർക്ക് മാതൃക തീർക്കുന്നത്. ഒരു കാലത്ത് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഉയർച്ചയ്ക്കായി അശ്രാന്തം പരിശ്രമിച്ചവർ ജീവിതത്തിൻ്റെ സായന്തനത്തിൻ്റെ വഴികളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഏകാന്തതയോട് പൊരുത്തപ്പെട്ട് നീങ്ങുമ്പോഴാണ് സൗഹൃദത്തിൻ്റെ വെള്ളി വെളിച്ചം വിതറി ഗ്രേസ് ബിജോ അവരിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരു ദിനമെങ്കിലും അവരെല്ലാം ഒരുമിച്ച് കൂടാനും അവർക്കുള്ള സമ്മാനങ്ങൾ നൽകുവാനും ഗ്രേസിയും സഹപ്രവർത്തകരും എന്നും ശ്രദ്ധ പുലർത്തുന്നു. വാർദ്ധക്യത്തിൻ്റെ ചുളവ് വീണ കൈത്തണ്ടയിൽ പിടിച്ച് കൂട്ടായ്മയിലേക്ക് വൃദ്ധരെയും മറ്റും എത്തിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നതിൻ്റെ സംതൃപ്തിയാണ് ലഭിക്കുന്നതെന്ന് ഗ്രേസ് ബിജോ കരുതുന്നുണ്ടാവാം. സേവനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും വഴികളിൽ ഗ്രേസിനൊപ്പം ഭർത്താവായ ബിജോയും എന്നും കൂട്ടിനുണ്ട്. അവയവദാനത്തിൻ്റെ മഹത്വം സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ബിജോ സഹോദരൻ്റെ ജീവനെ നീട്ടിക്കൊടുക്കുവാൻ സ്വന്തം വൃക്ക നൽകുകയും ചെയ്തു. അത്തരത്തിൽ മഹനീയമായ ജീവിത മാതൃകകൾ തീർക്കുന്ന ബിജോവിനെ തൻ്റെ അശരണർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ഗ്രേസി പങ്കാളിയാക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആശ്വാസത്തിനും ഒരു കുടുംബം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നത് ഗ്രേസ് ബിജോയിലൂടെയാണ് വാടക്കൽ നിവാസികൾ കണ്ടറിയുന്നത്. തൻ്റെ കൂട്ടായ്മയിൽ സഹകരിക്കുന്നവരെ കൊണ്ടും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിക്കുവാനും ഗ്രേസി ബിജോ മുതിരുന്നു. കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയ നെടുകണ്ടത്ത് മാധവി ഹൗസിലെ KT രാമൻ അത്തരത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൃദ്ധരെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഉടൻ രൂപീകരിക്കുമെന്ന് KT രാമൻ പറയുന്നു. ഇതുപോലുള്ള ഈ അച്ഛന്മാർ ഈ അമ്മമാർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാരെ അനുവാദം തന്നതും മഹാഭാഗ്യമാണ്. ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നുണ്ടാക്കാൻ. പിന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ എൻ്റെ മോൻ ചെയ്യുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ സായന്തനത്തിൻ്റെ ഇരുൾ പരക്കുന്നവർക്ക് സൗഹൃദത്തിൻ്റെ പ്രകാശം പരത്തി ഗ്രേസി ജീവിത വഴിയിൽ മുന്നേറുന്നു. 10 വർഷമായി സമാന ചിന്താധിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു വരുന്നതായി ഗ്രേസ് ബിജോ സ്റ്റാർനെറ്റിനോട് പറഞ്ഞു. ലിറ്റിൽ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ലോക വയോജന ദിനം ആഘോഷിച്ചു വരുന്നു. സ്കൂളിൻ്റെ നാമഹേതുകയായ വിശുദ്ധ ലിറ്റിൽ ഫ്ലവറിൻ്റെ തിരുനാളും കൂടിയാണ് ആ ദിവസം. അന്ന് ഈ പ്രദേശത്തുള്ള
60 വയസ്സിന് പ്രായമുള്ള നിർധനരായിട്ടുള്ള മാതാപിതാക്കളെ ഒന്നിച്ചു കൂട്ടുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും സ്നേഹനിധിയായി ഒരു തുകയും കൊടുക്കുന്ന ഒരു ചടങ്ങ് നടത്തി വരുന്നു. ഇത് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുകയും ഉള്ളവരെ ഇല്ലാത്തവർക്ക് കൊടുക്കുവാനുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് പല നല്ല മനസ്സുകളുടെയും ഒരു കനിവിൻ്റെ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തി വരുന്നത്. ഒട്ടനവധി പേര് ഇതിനു വേണ്ടി കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടാറുമുണ്ട്.